നെയ്യാറ്റിൻകര വെള്ളറടയിൽ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. വെള്ളറട സ്വദേശി ജോസാണ് കൊല്ലപ്പെട്ടത്. മകൻ പ്രജിൻ ജോസ് വെള്ളറട പോലീസിലെത്തി കീഴടങ്ങി. അഷിൻ ഡിയാഗോ ആണ് വിവരങ്ങളുമായി ചേരുന്നത്. അഷിൻ, എപ്പോഴാണ് സംഭവം? അതിന്റെ വിശദാംശങ്ങൾ എങ്ങനെയാണ്? അപർണ, പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പാണ് ഈ ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. വെള്ളറടയിലാണ് മകൻ അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുന്നത്. 70 വയസ്സുകാരനായ ജോസാണ് മകന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രജിൻ ജോസ് എന്ന 29-കാരനായ മകനാണ് അച്ഛനെ വെട്ടി പരിക്കേൽപ്പിച്ച് കൊലപ്പെടുത്തിയിരിക്കുന്നത്. കഴുത്തിൽ 2 വെട്ടുകളാണ് ഇയാൾ വെട്ടിയത് എന്നുള്ളതാണ് പോലീസിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെ മറ്റു ഭാഗങ്ങളിലും മകൻ അച്ഛനെ ആഞ്ഞു വെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഈ വീട്ടിൽ 3 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അച്ഛൻ, അമ്മ, ഈ മകൻ പ്രജിൻ, ഇങ്ങനെ 3 പേരാണ് ഈ വീട്ടിൽ ഉണ്ടായിരുന്നത്. എന്താണ് പ്രകോപന കാരണം എന്നുള്ളത് ഇപ്പോൾ അറിവായിട്ടില്ല. ഈ കൊലപാതകത്തിന് ശേഷം ഇയാൾ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുടുംബ പ്രശ്നമാണോ ഈ കൊലപാതകത്തിലേക്ക് കലാശിച്ചത് എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നത്. ഇയാളെ വിശദമായി പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. നേരത്തെ ഇയാൾ ചൈനയിൽ മെഡിസിൻ വിദ്യാർത്ഥിയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പഠനം അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഈ അടുത്താണ് ഇയാൾ നാട്ടിലേക്ക് തിരിച്ചെത്തിയത് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ എന്തിനാണ് ഈ കൊലപാതകം നടത്തിയത്, എന്താണ് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഈ ദാരുണമായ ഒരു കൊലപാതകം ശേഷം ഇയാൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക്, പ്രജിൻ നേരിട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തുകയായിരുന്നോ? അങ്ങനെയാണോ മനസ്സിലാക്കേണ്ടത്? അപർണാതെ, അതായത് കൊലയ്ക്ക് ശേഷം ഇയാൾ വെള്ളറട പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ മാത്രമാണ് ഉള്ളത്. അല്പസമയം മുമ്പായിരുന്നു ഈ ഒരു സംഭവം നടന്നത്. എന്തായാലും അച്ഛൻ്റെ കഴുത്തിൽ 2 വെട്ടുകൾ ഇയാൾ വെട്ടിയിട്ടുണ്ട് എന്നുള്ള പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. ഇയാൾ കുറ്റസമ്മതം നടത്തിയിട്ടുണ്ട്. പക്ഷേ എന്തിനാണ് ഈ ഒരു കൊലപാതകം നടത്തിയത് എന്നുള്ളതാണ് പോലീസ് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതും. മാത്രമല്ല, ഈ വീട്ടിൽ 3 പേർ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇയാൾ വെട്ടി പരിക്കേൽപ്പിച്ച ഉടനെ തന്നെ വെള്ളറട പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പിന്നീട് നാട്ടുകാരാണ് ഈ അമ്മയുടെ നിലവിളി കേട്ട് നാട്ടുകാരാണ് ഓടിയെത്തി ആംബുലൻസിൽ ഈ ജോസിനെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നത്. പക്ഷേ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ തന്നെ ഇദ്ദേഹം മരണത്തിന് കീഴടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മകൻ പ്രജിനെ ഇപ്പോൾ പോലീസ് ചോദ്യം ചെയ്ത് വരികയാണ്. എന്തിനായിരുന്നു അച്ഛനെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്ന കാര്യമാണ് പോലീസ് ഇയാളിൽ നിന്ന് ചോദിച്ചറിയാൻ ശ്രമിക്കുന്നതും. ഇയാൾ മെഡിസിൻ ഡോക്ടറിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് എന്നുള്ളതായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ പഠനം പൂർത്തിയാക്കിയിരുന്നില്ല. അങ്ങനെ നാട്ടിൽ തിരിച്ചെത്തിയിരുന്നു. പക്ഷേ ഇയാൾ മദ്യത്തിനോ മറ്റേതെങ്കിലും മയക്കുമരുന്നിനോ അടിമയാണോ എന്നുള്ള കാര്യത്തിൽ കൂടെ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അതിൽ പോലീസ് ഇയാളെ വെള്ളറട പോലീസ് വ്യക്തമായി തന്നെ ചോദ്യം ചെയ്ത് വരികയാണ്. വിശദമായി തന്നെ വിവരങ്ങൾ ലഭിക്കണമെങ്കിൽ ചോദ്യം ചെയ്യൽ പൂർത്തിയാകണം. എന്തായാലും പ്രജിൻ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അഷിൻ ഡിയാഗോയാണ് വിവരങ്ങൾ നൽകിയത്.